നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിവാഹം നീട്ടിക്കൊണ്ട് പോണോന്ന് എനിക്കൊരാഗ്രഹവുമില്ല. എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് തന്നെ എനിക്കും. ഇവരുടെ വിവാഹം നടത്താൻ നമ്മൾ എത്രയോ നാളായി ശ്രമിക്കുന്നു. ഓരോ പ്രാവശ്യവും ഓരോ പ്രശ്നങ്ങളല്ലേ ഉണ്ടാവുന്നേ. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തിയേ പറ്റൂ. താമസിക്കും തോറും പല പ്രതിസന്ധികളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നാത്തൂരെന്താ ഉദ്ദേശിക്കുന്നേ? ഗംഗയും ജാനകിയമ്മയും മഹിയുടെ വിവാഹാഭ്യർത്ഥന നിരസിച്ചെങ്കിലും നമ്മളത് അത്ര വിശ്വാസത്തിലെടുക്കണ്ട. അതെന്താ ആന്റി? ഗംഗയ്ക്ക് നല്ലത് എന്താണെന്ന് ജാനകിയമ്മ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ നകുലിനെ ഒഴിവാക്കിയേക്കും. നകുലിനൊരു ഫ്രോഡാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ ശ്രമവും മഹിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. മഹിയെ കൊണ്ട് അത് തെളിയിക്കാൻ സാധിച്ചാൽ ജാനകിയമ്മ വാക്കുമാറും. അങ്ങനെ മാറിയാൽ തകരുന്നത് നിന്റെ ജീവിതവും സ്വപ്നങ്ങളും ആയിരിക്കും ശ്രേയ. ആന്റി പറഞ്ഞത് 100% കറക്റ്റാ. മഹിയുടെ നകുലിനെ കുറിച്ച് അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. സാധ്യത ഉണ്ടെന്നുള്ളതല്ല ശ്രേയ, മഹി അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുന്നുണ്ട്. എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാ നകുല് പിടിക്കപ്പെടാതിരിക്കുന്നെ. മഹിക്ക് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാ അതോടെ എല്ലാം തീരും. അതാണ് ഞാൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടത്തണമെന്ന്. നമുക്ക് ആഗ്രഹമില്ലഞ്ഞിട്ടല്ലോ, ആ ഗൗരി സമ്മതിക്കണ്ടേ. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തി മുഹൂർത്തം തീരുമാനിച്ച് താലി കെട്ടാൻ തുടങ്ങുമ്പോ അവൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. ഇപ്രാവശ്യം അതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് വേണം നമ്മുടെ വിവാഹത്തിന് തയ്യാറെടുക്കാൻ. നമ്മൾ എന്തൊക്കെ മുൻകൂട്ടി കണ്ടാലും അതിനപ്പുറം ഗൗരി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അവക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ലല്ലോ, അവളൊരു പിശാചല്ലേ. പിശാചിനും പരിമിതികളുണ്ട് നാത്തൂനെ, അത് നമ്മൾ മുതലെടുക്കണം. അവൾ എന്തായാലും വരൂന്നും വിവാഹം മുടക്കൂന്നും നമുക്കുറപ്പുണ്ടല്ലോ. അവൾക്ക് മണ്ഡപത്തിലേക്ക് കടക്കാൻ പോലും ആവാത്ത വിധത്തിൽ കാര്യങ്ങൾ റെഡിയാക്കണം. ഞാൻ ഗുരുവമ്മയെ പോയി കാണാൻ. ഗുരുവമ്മയെ കണ്ട് കാര്യങ്ങൾ വ്യക്തമായി സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തണം. വിവാഹത്തിനാണ് മുൻതൂക്കം. എനിക്ക് മനസ്സിലായി ആന്റി. എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടക്കണം. അതോടെ മഹിയേട്ടന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റെടുക്കും. അതിനുശേഷം ഗംഗ ഈ വീടിന്റെ പരിസരത്ത് പോലും ഞാൻ അടുപ്പിക്കില്ല. ഗംഗ ഇവിടുന്ന് പുറത്താക്കാൻ കല്യാണം വരെ വെയിറ്റ് ചെയ്യണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. ജാനകിയമ്മയും ഗംഗയും പെട്ടെന്ന് ഇറക്കിവിടാൻ നമുക്ക് സാധിക്കില്ല. മഹിയും ആളുവും അതിന് സമ്മതിക്കൂല. വിശ്വേട്ടനും അനുവാദം തരില്ല. നകുലുമായുള്ള വിവാഹം കഴിഞ്ഞാൽ ഗംഗ പോയിക്കൊള്ളും. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. ആ വിവാഹവും നമുക്കുടനെ തന്നെ നടത്തണം. അതിനും തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഗുരുവമ്മയുടെ ഉപദേശം തേടണം. ശരി ആന്റി, അങ്ങനെ ചെയ്യാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.